നമസ്കാരം. ശാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹംദ ഭാഗ്യം ജനാനാം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരോടും അപേക്ഷിക്കുന്നു. ജീവൻ നാരായണീയത്തിൽ വിരാട് പുരുഷവർണ്ണന അവസാനിപ്പിച്ചതായിട്ടാണ് നമ്മൾ കണ്ടത്. അവസാനത്തെ 3 ശ്ലോകങ്ങളിൽ 8, 9, 10 അരക്കെട്ട് മൃഗങ്ങളാണ്. കുതിര, അതുപോലെ തന്നെ ആന, ഒട്ടകം മുതലായവയും. പിന്നെ ബാക്കിയുള്ളതൊക്കെ കാലിലത്തെ നഖങ്ങളാണെന്നും മുഖം, കൈകൾ, മാറ്, തുട, പാദം, മുഖം, കൈകൾ, പാദം, തുട ഇവ 4 വർണ്ണങ്ങളാണെന്നും പറഞ്ഞു. ഭഗവാന്റെ ക്രിയകളാണ് സംസാരക്രിയ എന്നും വീര്യമാണ് അസുരന്മാർ എന്നും ലോകത്തിലെ പർവ്വതങ്ങൾ ഭഗവാന്റെ അസ്ഥികളാണെന്നും നദികൾ നാഡികളാണെന്നും പറഞ്ഞു. അനിർവചനീയമായിരിക്കുന്ന ഈ ശരീരം ആർക്കാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുക എന്നും ചോദിച്ചു. വൃക്ഷങ്ങൾ രോമങ്ങളുടെ സ്ഥാനത്താണെന്നും കൽപ്പിച്ചു. ഇങ്ങനെയുള്ള ഈ രൂപം മോക്ഷാർഹരായിട്ടുള്ളവർക്ക് മനസ്സിൽ തോന്നുകയും വീണ്ടും വീണ്ടും ചിന്തിക്കാനും സാധിക്കും എന്നും പറഞ്ഞ് വിരാട് പുരുഷവർണ്ണന അവസാനിപ്പിച്ചതിന് ശേഷം 7ാമത്തെ ദശകം തുടങ്ങുകയാണ്. അതിൽ ലോക സൃഷ്ടിക്കായിക്കൊണ്ട് ബ്രഹ്മാവ് തുടങ്ങണു. ഈ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ്. ഏവം ദേവചതുർദശാത്മക ജഗത് രൂപേണ ജാത പുനസ്തസ്യോദ്ധങ്കലു സത്യലോകനിലയേ ജാതോസിധാത സ്വയം എം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂത്പീത രജോ വികാര വികസ നാനാസ്തി സൃക്ഷാരസ. സൃഷ്ടിക്ക് മുമ്പേയുള്ള കാര്യം പറഞ്ഞു. സൃഷ്ടി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വിരാട് പുരുഷൻ ആദ്യം ഉണ്ടായതാണ്. സൃഷ്ടിക്കണം എന്ന് തോന്നിയപ്പോൾ ആദ്യം ഉണ്ടായത് എന്താണ്? വിരാട് പുരുഷൻ. പക്ഷേ വിരാട് പുരുഷൻ മാത്രമല്ലല്ലോ ഉണ്ടായത്. പിന്നെ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയാം. വിരാട് പുരുഷൻ അല്ലാതെ കണ്ട് പിന്നെ എന്തെല്ലാം ഉണ്ടായി, എങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, അതിനെങ്ങനെ ഒന്നങ്ങനെ വിവരിക്കുകയാണ് ഇവിടെ. സൃഷ്ടി പറയുമ്പോൾ ഒരുപാടുണ്ട് പറയാൻ. 7, 8 ദശകത്തിലൊക്കെ ഈ സൃഷ്ടി ഒരു ദശകത്തിൽ ഒതുങ്ങണില്ല. അപ്പം അതിൻ്റെ ആരംഭം പറയണു. ഹേ ദേവ സംബോധന. ഏവം ചതുർദശാത്മക ജഗത് രൂപേണ ജാത 14 ലോകങ്ങളായി തീർന്നു. ആ രൂപങ്ങൾ വർണ്ണിച്ചല്ലോ. കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിക്കപ്പെട്ട അത് അണ്ടർസ്റ്റുഡാണ്. വർണ്ണിക്കപ്പെട്ട 14 ലോകങ്ങളും ആയിത്തീർന്ന ത്വം, അത് അണ്ടർസ്റ്റുഡാണ്. ആയിത്തീർന്നതായ അങ്ങ്. പിന്നെ എന്തുണ്ടായി? സത്യലോകനിലയെ ദാദാ ജാതാ അസി. സത്യലോകം എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്ത് ബ്രഹ്മാവായി ഉദയം ചെയ്തു, ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെട്ടു, ബ്രഹ്മാവായി കാണപ്പെട്ടു. എന്ത് വേണമെങ്കിൽ പറയാൻ ക്രിയ. ബ്രഹ്മാവായി എന്ന് പറഞ്ഞാലും മതി. സത്യലോകത്തിൽ ബ്രഹ്മാവായി ഉണ്ടായി. ആരായിട്ടുണ്ടായി? ബ്രഹ്മാവായിട്ടുണ്ടായി. എവിടെ ഉണ്ടായി? സത്യലോകത്തിലുണ്ടായി. ചതുർദശാത്മക ജഗത് രൂപേണ എന്ന് ആയ സ്ഥിതി ശേഷം അതിന് ശേഷം പിന്നീട് സ്വയം തസ്യ ഊർധ്വം, ഏറ്റവും മുകൾ ഭാഗത്ത്, ഊർധ്വം മുകൾ ഭാഗത്ത്, സ്വയം ധാതാജാത. ധാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ജാത എന്ന് പറഞ്ഞാൽ ജനിച്ചു, അസി എന്ന് പറഞ്ഞാൽ അല്ലോ, ജനിച്ചുവല്ലോ, ബ്രഹ്മാവായി ജനിച്ചുവല്ലോ. ഇപ്പോൾ ആദ്യമായിട്ട് പറയണത് ബ്രഹ്മാവിൻ്റെ ജനനം എന്ന് പറയാം. ബ്രഹ്മാവിൻ്റെ ഉണ്ടാകൽ, ഉദ്ഭവം എന്നൊക്കെ പറയാം. ചതുർദശാത്മക ജഗത് രൂപേണ ഊർധ്വം ഖലു ദാതാജാത. മുകളിൽ ബ്രഹ്മാവായി ജനിച്ചു.
ആ ബ്രഹ്മാവിന് ലോകം മുഴുവന് സൃഷ്ടിക്കുന്നതിന് മുമ്പേ ആദ്യം ഉണ്ടായ ബ്രഹ്മാവ്, വേറൊന്നും ഉണ്ടായിട്ടില്ല. ബ്രഹ്മാവ് ഉണ്ടാക്കിയിട്ട് വേണമല്ലോ, ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ ബ്രഹ്മാവിന് എന്താണ് പറയുക? ഒരു പ്രത്യേക പേര് പറയും. യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യ ജീവാത്മകം. ആ ബ്രഹ്മാവിനെ പറയുന്ന പേരാണ് ഹിരണ്യഗർഭൻ. സഹസ്രനാമത്തിൽ ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ. ഹിരണ്യഗർഭൻ എന്ന പേര് സഹസ്രനാമത്തിൽ ഭഗവാന്റെ പേരായിട്ടാണ് പറയുക. ഈ ബ്രഹ്മാവ് ശരിക്കും ആരാ? ഭഗവാൻ തന്നെയാണല്ലോ. വേറൊരാൾ ലോകത്തിലുണ്ടെങ്കിലല്ലേ. ശിവനാര? അത് ഈ ബ്രഹ്മാവ് തന്നെയാണ്. വിഷ്ണു ആരാ? അതും ഈ ഭഗവാൻ തന്നെ. അപ്പോൾ ഹിരണ്യഗർഭൻ ബ്രഹ്മാവ്. അപ്പോൾ ഹിരണ്യഗർഭന് സഹസ്രനാമത്തിൽ പറയാൻ കാരണം അത് ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവായി മാറിയത്. ഹിരണ്യഗർഭം ശംസന്തി, ശംസന്തി പറയുന്നു, വദന്തി എന്നുള്ള അർത്ഥം ഏകദേശം പ്രകീർത്തിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ആദ്യം ഉണ്ടായ ഈ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭൻ എന്നാണ് പ്രശംസിച്ച് പറയപ്പെട്ട് വിഖ്യാതമായത്. അതുകൊണ്ട് ആദ്യം ഉണ്ടായ ബ്രഹ്മാവിന് അഖിലത്രൈലോക്യ ജീവാത്മകം, 3 ലോകവും ചേർന്ന വിരാട് പുരുഷൻ്റെ ജീവാത്മാവാണ് എന്ന് പറയാം ഈ ബ്രഹ്മാവിന്. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 3 ലോകത്തിൻ്റെയും ജീവസ്വരൂപം ആണ് ബ്രഹ്മാവ്. അതുകൊണ്ട് അതിനെ ഹിരണ്യഗർഭൻ എന്ന പേരിൽ പറയപ്പെടുന്നു. ഉണ്ടായത് ബ്രഹ്മാവാണ്. ഏറ്റവും മുകൾ ഭാഗത്ത് ഊർധ്വം കലു തസ്യലോക നിലയെ ധാത ജാത. സത്യലോക നിലയത്തിൻ്റെ മുകൾ ഭാഗത്ത് ഊർധ്വഭാഗത്ത് സത്യലോക നിലയെ, സത്യലോകത്തിൽ ധാത ജാത. ധാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ജാത എന്ന് പറഞ്ഞാൽ ജനിച്ചു. ബ്രഹ്മാവ് ജനിച്ചു എന്ന് പറയാണ്. അഖിലത്രൈലോക്യ ജീവാത്മകം ഹിരണ്യഗർഭം ശംസന്തി. ഈ ഹിരണ്യഗർഭനെ, ഈ ബ്രഹ്മാവിനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. എന്താണ് ഹിരണ്യഗർഭൻ്റെ പ്രത്യേകത? അഖിലത്രൈലോക്യത്തിൻ്റെയും ജീവാത്മാഭാവത്തിൽ സ്ഥാനത്താണ് വർത്തിക്കുന്നത്. ജീവാത്മാവായിട്ടാണ് വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഹിരണ്യഗർഭൻ എന്ന് പേര് പറയാൻ കാരണം. ഇനി എന്താണ് ആ ഹിരണ്യഗർഭൻ്റെ പ്രത്യേകത? സ്പീതരജോവികാര വികസൻ. മൂർത്തികൾ ആയിട്ട് പറയുമ്പോൾ ഒന്ന് ബ്രഹ്മാവും ഒന്ന് ശിവനും ഒന്ന് വിഷ്ണുവാണ്. ഇവർക്ക് 3 ഓരോ ഗുണവിശേഷങ്ങളുണ്ട്. സൃഷ്ടി ഉണ്ടാവണച്ചാൽ രജോ ഗുണം വേണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബ്രഹ്മാവ് രജോ ഗുണപ്രധാനനാണ് എന്ന് പറയണം. നാനാസി സൃക്ഷാരസ. ഇവിടെ സ്പീത രജോവികാര വികസൻ. രജോവികാരത്തിൻ്റെ രജ ഗുണത്തിൻ്റെ പ്രതീകമാണ്. എന്നിട്ടാണ് നാനാസി സൃക്ഷാരസ സൃഷ്ടി നടത്തുവാൻ ആഗ്രഹിച്ചത്. ശിവൻ തമോ ഗുണമൂർത്തിയായിട്ട് സംഹരിക്കുമ്പോൾ വിഷ്ണു സത്വഗുണപ്രധാനനായിട്ട് രക്ഷിക്കുന്നു. ഹിരണ്യഗർഭൻ ബ്രഹ്മാവ്. അദ്ദേഹമാവട്ടെ സ്പീത രജോവികാര വികസൻ. സ്പീത എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച, വളരെ അധികം എന്ന് കാണിക്കാനാണ് സ്പീത. ഇംഗ്ലീഷിലത്തെ വെരി വെരി എന്ന് പറയണത്. വെരി വെരി ഗുഡ് എന്നൊക്കെ പറയുമല്ലോ. വെരി 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 ബ്യൂട്ടിഫുൾ, അതാണ് സ്പീത. രജോവികാരം നല്ലോണമുണ്ട്, അതാണ് സ്പീത രജോവികാരം. വർദ്ധിച്ച രജോവികാരത്തിൻ്റെ കാരണം സൃക്ഷാരസ. സൃക്ഷാരസ അഭൂത്. സൃഷ്ടിയിൽ താല്പര്യം ജനിച്ചു. രജോ ഗുണം വർദ്ധിക്കുമ്പോഴാണ് സൃഷ്ടിയിൽ താല്പര്യം ജനിക്കുക. സ്പീത വർദ്ധിച്ച രജോവികാര വികസൻ, രജോവികാരത്തെ അധികരിപ്പിച്ചിട്ട് നാനാസി സൃക്ഷാരസ അഭൂത്. സൃഷ്ടി എന്നുള്ള വികാരത്തെ കൈക്കൊണ്ടു, ആഗ്രഹമുള്ളവനായിട്ട് ഭവിച്ചു എന്ന് അർത്ഥം. ചെയ്ത തെറ്റുകളൊക്കെ പിന്നെയാണ് പറയണത്. സത്വൻ, രജസ്, തമസ് ഈ 3 ഗുണമുള്ള വിരാട് പുരുഷനായിട്ട്
സത്തൻ രജസ് എന്ന 2 ഗുണങ്ങൾ ഉള്ള ബ്രഹ്മാവായിട്ടും സത്വഗുണം മാത്രമുള്ള വൈകുണ്ഠമൂർത്തിയായിട്ടും ഒക്കെ പറയുന്നു. വൈകുണ്ഠം നിർഗുണമൂർത്തിയാണ്. വിഷ്ണു നിർഗുണനാണ്. ശരിക്ക് സൃഷ്ടിഭാവത്തിൽ വരുമ്പോഴാണ് സാത്വികനാവണം. ബ്രഹ്മാവ് രജോഗുണിയാണ്, അതാണ് സൃഷ്ടി. ശിവൻ തമോഗുണിയായിട്ട് സംഭരിക്കുകയും ചെയ്യുന്നു. ഇത് 3ഉം ഒരാൾ തന്നെയാണ് സത്യത്തിൽ എന്നർത്ഥം. അപ്പം ചതുർദശാത്മക ജഗത് രൂപേണ ജാത, ചതുർദശി എന്ന് പറഞ്ഞാൽ 14 ആയിട്ട് വളർന്നു. ഊർധ്വങ്കലു സത്യലോക നിലയെ, മുകളിൽ സത്യലോകത്തിൻ്റെ മുകൾ ഭാഗത്ത് ധാതാ ജാത, ബ്രഹ്മാവായി ജനിച്ചു. ധാത എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ജാത എന്ന് പറഞ്ഞാൽ ജനിച്ചു. ജാതോസി ധാത സ്വയം. പിന്നെ എം ശംസന്തി ഹിരണ്യഗർഭമഖിലം. എം ഹിരണ്യഗർഭം ശംസന്തി, ഏതൊരാളെ ഹിരണ്യഗർഭൻ എന്ന് പറയപ്പെടുന്നു. ശംസന്തി പറയപ്പെടുന്നു. ക്രിയ ലാസ്റ്റിലാണ് കൊണ്ടുവരേണ്ടത്. ഹിരണ്യഗർഭം ശംസന്തി, ഹിരണ്യഗർഭൻ എന്ന് പറയപ്പെടുന്നു. എന്താണ് ഹിരണ്യഗർഭൻ്റെ പ്രത്യേകത? ത്രൈലോക്യ ജീവാത്മകം, 3 ലോകത്തിൻ്റെയും ജീവാത്മ സ്വരൂപസ്ഥാനത്താണ് നിൽക്കുന്നത്. ജീവൻ കൊടുക്കുന്ന ആത്മാവായിട്ടുള്ള അവസ്ഥ എന്നുള്ളതാണ് ഹിരണ്യഗർഭൻ്റെ പ്രത്യേകത. എന്നിട്ട് എന്ത് ചെയ്തു? രജോവികാര വികസൻ, രജോവികാരത്തെ വർദ്ധിപ്പിച്ചു. സ്പീത രജോവികാരം എന്ന് പറഞ്ഞാൽ വളരെ അധികരിച്ച രജോവികാരം. എന്നിട്ടോ സൃക്ഷാരസ അഭൂത്, സൃഷ്ടിക്കായിക്കൊണ്ട് ഭവിച്ചു. വർദ്ധിച്ച രജോഗുണം ഉള്ളതുകൊണ്ട് സൃഷ്ടിക്കായിക്കൊണ്ട് ഭവിക്കുകയും ചെയ്തു. രജോ ഗുണമാണ് സൃഷ്ടിയിലേക്ക് ചേർക്കുക, തമോ ഗുണം സംഹാരത്തിലേക്കും സത്വഗുണം നിലനിർത്താനുമാണ് ഉപയോഗിക്കുന്നത്. ഏവം ദേവ ചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃതത്യോർത്ഥം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭം അഖിലത്രൈലോക്യ ജീവാത്മകം യോ ഭൂസ്പീതരജോ വികാര വികസൻ നാനാസി സൃക്ഷരസ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.